ഹിന്ദു ദൈവമായ ശിവന്റെ പവിത്രമായ 5 പഞ്ചാരമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദ്രാക്ഷരാമം. ഇന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ കോനസീമ ജില്ലയിലെ ദ്രാക്ഷരാമം പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവനെയാണ് ഭീമേശ്വര സ്വാമിയായി സൂചിപ്പിക്കുന്നത്. ക്ഷേത്രം ദ്രാക്ഷരാമം ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പുരാതനവും ആദരണീയവുമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് ദ്രാക്ഷരാമ ക്ഷേത്രം. ദ്രാക്ഷരാമൻ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ശിവനാണ്. ഇത് ഹിന്ദു ഭക്തരുടെ നിർണായക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു. ദ്രാക്ഷരാമൻ ക്ഷേത്രത്തിന് 9ാം നൂറ്റാണ്ട് മുതൽ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. കിഴക്കൻ ചാലൂക്യ രാജാവായ ഭീമൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും പിന്നീട് വിവിധ രാജാക്കന്മാരും ഭരണാധികാരികളും നവീകരിച്ചുവെന്നുമാണ് നിലവിലുള്ള വിശ്വാസം. ചാലൂക്യ ചോള ശൈലികളുടെ സമന്വയമാണ് ക്ഷേത്ര വാസ്തുവിദ്യ. പുരാതന ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ദ്രാക്ഷരാമൻ ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ദർശനത്തിനായി തുറന്നിരിക്കുന്നു. വാരാന്ത്യങ്ങളും അവധി ദിനങ്ങളും ഉൾപ്പെടെ ആഴ്ചയിലെ എല്ലാ ദിവസവും ക്ഷേത്രം തുറന്നിരിക്കും. ഈ സമയങ്ങളിൽ ഭക്തർക്ക് ക്ഷേത്രം സന്ദർശിക്കാനും ശിവനിൽ നിന്ന് അനുഗ്രഹം നേടാനും കഴിയും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ദ്രാക്ഷരാമം. ശിവപഞ്ചാരമങ്ങളിൽ ഒന്നായ ഇത് 18 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. ശിവക്ഷേത്രം എന്നും ശക്തിക്ഷേത്രം എന്നും ഇത് പ്രസിദ്ധമാണ്. ഭീമേശ്വര സ്വാമിയും മാണിക്യമ്പയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഈ സ്ഥലത്തെ ദക്ഷിണ കാശി എന്നും വിളിക്കുന്നു. ഈ സ്ഥലത്തിന്റെ പേരിനെക്കുറിച്ചും ഈ സ്ഥലത്ത് ശിവന്റെ അസ്തിത്വത്തെക്കുറിച്ചും രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. താരകാസുര വധസമയത്ത് താരകാസുരന്റെ കണ്ടത്തിലുള്ള ശിവലിംഗം 5 കഷണങ്ങളായി തകർന്ന് ഒരു കഷണം ഇവിടെ വീണു. പിന്നീട് അത് ദ്രാക്ഷരാമൻ എന്നറിയപ്പെട്ടു. സതിയുടെ മരണശേഷം അവളുടെ ശരീരത്തിന്റെ 12ാം ഭാഗം, അതായത് അവളുടെ ഇടത് കവിൾ ഇവിടെ വീണു. അത് ഇപ്പോൾ മാണിക്യമ്പ ദേവിയുടെ രൂപത്തിൽ അറിയപ്പെടുന്നു. ക്ഷേത്രം 2 നിലകളുള്ള ഈ ക്ഷേത്രം ഒരു കോട്ട പോലെ കാണപ്പെടുന്നു. ഇതിന് 2 പ്രകാരങ്ങളുണ്ട്. പുറത്തെ പ്രകാരത്തിന് 4 വ്യത്യസ്ത ദിശകളിലായി 4 പ്രവേശന കവാടങ്ങളുണ്ട്. മനോഹരമായി കൊത്തുപണികളുള്ള ഗോപുരങ്ങളുണ്ട്. ഓരോ പ്രവേശന കവാടവും 4 വ്യത്യസ്ത ദേവതകളുടെ രൂപത്തിൽ അറിയപ്പെടുന്നു, അതായത് ഗോകുലാമ്മ, മൂകാംബിക, മൂടാംബികെ, ഘട്ടാംബിക. ഈ ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാൻ ഭീമേശ്വര സ്വാമിയെ ദർശിക്കാം. ഉയരമുള്ള ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള പ്രധാന പ്രതിഷ്ഠ. ശിവലിംഗത്തിന് ഏകദേശം 9 അടി ഉയരമുണ്ട്. ശ്രീകോവിലിന്റെ മുകൾ നിലയിലേക്ക് ഒരാളെ നയിക്കുന്നത് ഭീമേശ്വര സ്വാമിയുടെ മുകൾ ഭാഗമാണ്. അതിരാവിലെ സൂര്യപ്രകാശം ശിവലിംഗത്തിൽ പതിക്കുന്നു എന്നതാണ് ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത. ശിവലിംഗം ക്രിസ്റ്റൽ ഘടനയുള്ളതാണ്. മുകൾ ഭാഗത്ത് കറുത്ത വരകളുണ്ട്. ശിവൻ അർജുനനുമായി യുദ്ധം ചെയ്യുമ്പോൾ വേട്ടക്കാരന്റെ വേഷത്തിലായിരുന്നപ്പോൾ ധരിച്ചിരുന്ന കടുവയുടെ തൊലിയുടെ അടയാളങ്ങളാണിവ. മാണിക്യമ്പ ദേവിയുടെ ശ്രീകോവിൽ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് ഇടതുമൂലയിലാണ്. ദേവിയുടെ മുഖം ഇടതുവശത്തേക്ക് നോക്കുന്നു. പ്രധാന ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ. അദ്ദേഹം ദ്രാക്ഷാരാമത്തിലെ ക്ഷേത്രപാലകനാണ്. മഹാവിഷ്ണു തന്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയോടൊപ്പമാണ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. പ്രധാന ക്ഷേത്ര പരിസരത്തിനകത്ത് വേറെയും ചെറിയ ആരാധനാലയങ്ങളുണ്ട്. ചുരുക്കം ചിലത്: പ്രകാര ഭൈരവൊടു, വിരൂപ, നടരാജേശ്വരൻ, വാമനൻ, വിശേഷേശ്വര, നൃത്ത ഗണപതി, ദുന്തി ഗണപതി, കനകദുർഗ ദേവി, അന്നപൂർണ ദേവി. ഭീമേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ വലതുവശത്ത് കാശി വിശ്വേശ്വര സ്വാമി ക്ഷേത്രം എന്നിവയുണ്ട്. പൂജ നടത്തുന്നതിന് സപ്തഗോദാവരി കുണ്ടത്തിൽ ജലം പവിത്രമായി കണക്കാക്കപ്പെടുന്നു. സപ്തമഹർഷിമാർ തങ്ങളുടെ തപസ്സിന്റെ അവസാനം നേടുന്നതിനായി അഖണ്ഡ ഗോദാവരി നദിയെ 7 വ്യത്യസ്ത അരുവികളായി വിഭജിച്ചു എന്നാണ് ഐതിഹ്യം. ഈ 7 ധാരകളിൽ ദ്രാക്ഷരാമം, അന്തർവാഹിനികൾ എന്നറിയപ്പെടുന്ന ഭരദ്വാജ, വിശ്വാമിത്ര, ജമദഗ്നി എന്നീ അരുവികൾ ഭൂമിക്കടിയിലായതായി വിശ്വസിക്കപ്പെടുന്നു. ഈ അരുവികൾ പിന്നീട് ഈ കുളത്തിൽ ലയിക്കുകയും പിന്നീട് സപ്തഗോദാവരി കുണ്ടം എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ദക്ഷിണ കാശി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഭീമേശ്വര സ്വാമി ക്ഷേത്രം ഭഗവാൻ ശിവന് ഭീമേശ്വര സ്വാമിയായും മാ പാർവതി ശ്രീ മാണിക്യമ്പ ദേവിയായും സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ദ്രാക്ഷരാമന്റെ നേരിട്ടുള്ള പരിഭാഷ ദക്ഷന്റെ സ്ഥലം എന്നാണ്. സതി ദേവിയുടെ പിതാവ് ദക്ഷൻ. പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭീമേശ്വര സ്വാമി ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ 5 പഞ്ചാരാമ ക്ഷേത്രങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇത്. പഞ്ചരാമ ക്ഷേത്രങ്ങളുടെ ഉത്ഭവം താരകാസുരനെ വധിച്ച സംഭവത്തിൽ നിന്നാണ്. പുരാണങ്ങൾ അനുസരിച്ച് താരകാസുരൻ എന്ന അസുരൻ ഭഗവാൻ ശിവൻ നൽകിയ അമൃതലിംഗം കഴുത്തിൽ വഹിച്ചു. അജയനായ അദ്ദേഹത്തിന് അമൃതലിംഗം അനശ്വരത നൽകി. അവൻ വരം ദുരുപയോഗം ചെയ്യുകയും ലോകത്ത് നാശമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭഗവാൻ ഇന്ദ്രനും താരകാസുരനും 10,000 വർഷം നീണ്ടുനിന്ന ഉഗ്രമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇത് ഒടുവിൽ ഭഗവാൻ ഇന്ദ്രന്റെ പരാജയത്തിലേക്ക് നയിച്ചു. തുടർന്ന് സഹായത്തിനായി ഭഗവാൻ വിഷ്ണുവിന്റെ നേരെ തിരിഞ്ഞു. താരകാസുരന് വരം നൽകിയതിനാൽ ഭഗവാൻ ശിവന്റെ സഹായം തേടാൻ ഭഗവാൻ വിഷ്ണു ഉപദേശിച്ചു. ഭഗവാൻ ശിവൻ സ്വന്തം ഭക്തനെ കൊല്ലാൻ തയ്യാറാകാതെ അസുരനെ നിഗ്രഹിക്കാൻ കുമാരസ്വാമിയെ നിയോഗിച്ചു. കുമാരസ്വാമി ലിംഗത്തെ 5 കഷണങ്ങളായി തകർത്തു. എന്നാൽ കഷണങ്ങൾ ഒന്നിച്ച് താരകമായി മാറുന്നതിനു മുമ്പ് അവർ വീണുപോയ സ്ഥലങ്ങളിൽ അവരെ ഉയർത്തെഴുന്നേൽക്കുകയും ഭഗവാൻ ശിവന്റെ ബഹുമാനാർത്ഥം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ 5 സ്ഥാനങ്ങളെ പഞ്ചരാമ ക്ഷേത്രം എന്ന് വിളിക്കുന്നു.
ഭഗവാൻ ഭീമേശ്വര സ്വാമിയും അദ്ദേഹത്തിന്റെ പത്നിയായ മാണിക്യംബ ദേവിയുമാണ് ഈ പഞ്ചാരമ ക്ഷേത്രത്തിന്റെ അധിപർ. ഏകദേശം 2.6 മീറ്റർ ഉയരവും ഒരു വലിയ ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ചതുമായ ഒരു ലിംഗമായാണ് ഇവിടെ ശിവനെ പ്രതിനിധീകരിക്കുന്നത്. സ്ഫടികലിംഗം എന്നാണ് അറിയപ്പെടുന്നത്. അതിരാവിലെ സൂര്യരശ്മികൾ നേരിട്ട് ലിംഗത്തിൽ പതിക്കുന്ന നിലയിലാണ് ലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. ലിംഗത്തിന് മുകൾ ഭാഗത്ത് കടുവയുടെ തൊലിയോട് സാമ്യമുള്ള കറുത്ത വരകളുണ്ട്. ശ്രീകോവിലിന് തൊട്ടുപിന്നിൽ മാണിക്യംബ ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ദേവി ഇടതുവശത്തേക്ക് നോക്കുന്നു. അവളെ വാമാചാര ദേവതയായി സൂചിപ്പിക്കുന്നു. ദേവിക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വലിയ ക്ഷേത്രത്തിൽ നിരവധി പ്രകാരങ്ങളുണ്ട്. കൂടാതെ മാണിക്യംബ ദേവിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ ആന്തരിക വൃത്തത്തിലാണ്. ക്ഷേത്രപാലകനായി ഭഗവാൻ വിഷ്ണുവും അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ദേവിയും അവരുടെ ദേവതകളും പ്രധാന ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലാണ്. ഭഗവാൻ പ്രകാര ഭൈരവോടു, ഭഗവാൻ വിരൂപ, ഭഗവാൻ നടരാജേശ്വരൻ, ഭഗവാൻ വാമനൻ, ഭഗവാൻ വിശേഷേശ്വര, നൃത്ത ഗണപതി, ദുന്തി ഗണപതി, കനകദുർഗ, അന്നപൂർണ ദേവി എന്നിങ്ങനെ നിരവധി ദേവതകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. സപ്തഗോദാവരി കുണ്ടത്തിൽ നിന്നുള്ള ജലം പവിത്രമാണെന്നും പൂജ നടത്താനും ഉപയോഗിക്കുന്നു. ഭീമേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ വലതുവശത്ത് കാശി വിശ്വേശ്വര സ്വാമി ക്ഷേത്രം തെക്കോട്ടു ദർശനമാണ്. ഭീമേശ്വര ക്ഷേത്രത്തെ അഷ്ടദശ പീഠം എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. പുരാതന ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലാണ് ദ്രാക്ഷരാമം ഭീമേശ്വര സ്വാമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഘടനയിൽ 2 മതിലുകളും 2 മണ്ഡപങ്ങളും അടങ്ങിയിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിലെ തൂണുകൾ അക്കാലത്തെ വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്ന സങ്കീർണമായ പാറ്റേണുകളാൽ വിദഗ്ധമായും അതിമനോഹരമായും കൊത്തിയെടുത്തതാണ്. വിവിധ ദക്ഷിണേന്ത്യൻ ലിപികളിൽ നിരവധി ഔദ്യോഗിക രജിസ്ട്രി ക്രോണിക്കിളുകളും ശിലാഭിത്തികളിൽ കൊത്തിവച്ചിട്ടുണ്ട്. പുരാവസ്തു വാസ്തുവിദ്യാ വിദ്യാർത്ഥികൾക്ക് അതിന്റെ തനതായ നിർമ്മാണ ശൈലിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. മാത്രമല്ല ഇത് പലർക്കും ഒരു പ്രചോദനമായി വർത്തിക്കുന്നു. പുരോഹിതന്മാർക്ക് പൂജാതികർമ്മങ്ങൾ നടത്തുന്നതിന് അകത്ത് ശ്രീകോവിലിൽ ഒരു പീഠമുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ വായുസഞ്ചാരവും പ്രകാശവും ആധുനിക യുഗത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി അക്കാലത്തെ കരകൗശല വിദഗ്ധർ നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിരവധി പ്രധാന സവിശേഷതകളുള്ള ഈ ക്ഷേത്രം സ്ത്രീ ദേവതയ്ക്ക് പുരുഷന്റെ തുല്യ പ്രാധാന്യം നൽകുന്ന ചുരുക്കം ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന പുരാതന ലിഖിതങ്ങളുടെയും എപ്പിഗ്രാഫുകളുടെയും ഒരു നിധിയാണിത്. ഗർഭാലയ അല്ലെങ്കിൽ സങ്കേതം സങ്കീർണമായ അലങ്കാരവും കരകൗശലവും കൊണ്ട് നിറഞ്ഞതാണ്. അത് പഴയ കാലഘട്ടങ്ങളിലെ സാംസ്കാരിക മഹത്വത്തെ പ്രതിനിധീകരിക്കുന്നു. 12 ഏക്കറിലധികം വിസ്തൃതിയിൽ പണികഴിപ്പിച്ച ദ്രാക്ഷരാമം ഭീമേശ്വര സ്വാമി ക്ഷേത്രം ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കൂടാതെ അതിന്റെ പരിസരത്ത് വിവിധ ദൈവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ആരാധനാലയങ്ങളുണ്ട്. മനോഹരമായ നൃത്തം ചെയ്യുന്ന ഗണപതി പ്രവേശന കവാടത്തിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. ഗണപതിയുടെ തുമ്പിക്കൈ വലത്തോട്ട് തിരിഞ്ഞതാണ് ഒരു പ്രത്യേകത. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ നേരിട്ട് ശിവലിംഗത്തിൽ പതിക്കുന്നതും സന്ദർശകർക്ക് കാണാൻ കഴിയും. ഇത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ്. ഭീമേശ്വര സ്വാമിയുടെ മുകളിലെ ഘടന കാണുന്നതിന് ശ്രീകോവിലിന്റെ മുകൾ നിലയിലേക്ക് ഒരു പടികൾ കയറുന്നു. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രധാന ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ ശ്രീകോവിലിന്റെ സാന്നിധ്യമാണ്. ദ്രാക്ഷരാമം ഭീമേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ AD 800 മധ്യത്തിൽ ആരംഭിക്കുകയും പിന്നീട് 11ാം നൂറ്റാണ്ടിൽ പൂർത്തിയാക്കുകയും ചെയ്തു. നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും നിരവധി രാജവംശങ്ങൾ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രം ഒരു സംരക്ഷിത സ്മാരകമാണ്. ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ് നവീകരണവും അറ്റകുറ്റപ്പണികളും നടത്തുന്നത്. എൻഡോമെന്റ് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഹിന്ദുമതത്തിലെ വിശുദ്ധ ത്രിമൂർത്തികളിൽ ഒരാളാണ് ശിവൻ. അവനെ ആരാധിക്കുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്നും ഒരാളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു. അത് ഒരാളെ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുകയും കർമ്മത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ്. കാരണം ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിലെ ലിഖിതങ്ങൾ ഈ സ്ഥലത്തെ ചരിത്രകാരന്മാരുടെ പറുദീസയാക്കുന്നു. ഈ ക്ഷേത്രത്തിൽ 26ഓളം ദേവതകൾ കുടുംബമായി കുടികൊള്ളുന്നു. ഊർജ്ജസ്വലമായ പ്രവാഹം അനുഭവിക്കാൻ ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ഫെബ്രുവരി മാർച്ചിൽ മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം. ഭീഷ്മ ഏകാദശിയിൽ ആഘോഷിക്കുന്ന വിവാഹ ഉത്സവമാണ് ശ്രീസ്വാമി വാരി കല്യാണം. അതും ഫെബ്രുവരി മാർച്ചിലാണ് നടക്കുന്നത്. ഷഷ്ടി ഉത്സവം ഡിസംബറിലും. മാർഗശിര ശുദ്ധ ചതുർദശി ദിനത്തിലാണ് ശ്രീസ്വാമി വാര്യരുടെ ജന്മദിനം ആഘോഷിക്കുന്നതും ഡിസംബറിലാണ്. ശരനവരാത്രി ഉത്സവം ഒക്ടോബറിലും. കാർത്തിക തിങ്കളാഴ്ച ഉത്സവങ്ങളും ജ്വാലതോരണം നവംബറിലും നടക്കുന്നു. ക്ഷേത്രത്തിൽ വിമാനമാർഗം എത്തിച്ചേരാൻ ക്ഷേത്രത്തിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള രാജമുണ്ട്രിയാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. റെയിൽ മാർഗമാണ് എങ്കിൽ കാക്കിനടയും രാജമുണ്ട്രിയുമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. റോഡ് മാർഗമാണ് എങ്കിൽ രാജമുണ്ട്രിയിൽ നിന്ന് 50 കിലോമീറ്ററും കാക്കിനാടയിൽ നിന്ന് 28 കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെത്താൻ ബസ്സുകൾ നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു.